ഹലോ ഓൾ. അപ്പോൾ നമ്മുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഹെഡ് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള എക്സാം ജൂലൈ 2024 നടക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും അത് അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറുടെ സിലബസ് അനുസരിച്ച് നമ്മൾ ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്. ഓക്കെ, എന്താണ് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് എന്നുള്ള സബ്ജക്റ്റാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നമ്മുടെ സിലബസ് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ സിലബസ്. ഓക്കെ, ഈ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഹൈഡ്രോളജിക് സൈക്കിളാണ്. ഓക്കെ, ഫസ്റ്റ് സിലബസിൽ ഏതാണ് നമുക്ക് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളജി സൈക്കിൾ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഹൈഡ്രോളജി സൈക്കിളിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഹൈഡ്രോളജിക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ജനറൽ ടേം യൂസ്ഡ് ഫോർ ദ general circulation of water from the ocean to the atmosphere to the ground and back to the ocean again. ഓക്കെ, അപ്പോൾ ഹൈഡ്രോളജിക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുണ്ട്? ഓഷ്യൻ ഉണ്ട് അല്ലേ? ഓഷ്യനിൽ നിന്നും എന്ത് ചെയ്യും? വാട്ടർ എന്ന് പറയുന്നത് എങ്ങോട്ടേക്ക് പോകും? അറ്റ്മോസ്ഫിയറിലേക്ക് പോകും. എങ്ങനെയാണ് പോകുന്നത്? വേപ്പറിൻ്റെ രൂപത്തിലാണ് പോകുന്നത്. ഓക്കെ, ഓഷ്യനിൽ നിന്നും വാട്ടർ എന്ന് പറയുന്നത് വേപ്പറായിട്ട് അറ്റ്മോസ്ഫിയറിലെത്തുന്നു. ദെൻ അറ്റ്മോസ്ഫിയറിൽ നിന്ന് അതെവിടെ എത്തും? ഗ്രൗണ്ടിലെത്തും. ഗ്രൗണ്ടിൽ എങ്ങനെയാണ് എത്തുന്നത്? ആസ് പ്രസിപ്പിറ്റേഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഗ്രൗണ്ടിലെത്തുന്നത്. ദെൻ അത് വീണ്ടും ബാക്ക് ടു ഓഷ്യനിലേക്ക് പോകുന്നു. സോ ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു സർക്കുലേഷൻ ഓഫ് വാട്ടർ സർക്കുലേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈഡ്രോളജിക് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ടേംസ് വരും. എന്തൊക്കെയാണ്? ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു, വേപ്പറായിട്ട് പോകുന്നു, പ്രസിപ്പിറ്റേഷൻ സംഭവിച്ചു എന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ടേംസ് വരും. ആ ടേംസൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീടുള്ള വീഡിയോസ് നമ്മൾ കാണും. ഇപ്പോൾ ജസ്റ്റ് ആ ടേംസ് എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞു പോകത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സോ ഹൈഡ്രോളജിക് സൈക്കിൾ ഇറ്റ് ബിഗിൻസ് വിത്ത് ദ വാട്ടർ ഓഫ് ദ ഓഷ്യൻസ്. ഓഷ്യൻസിലെ വാട്ടർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഹൈഡ്രോളജി സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹൈഡ്രോളജി സൈക്കിൾ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ലാൻഡ് സർഫസ് ആണ്. ആൻഡ് ഇതെന്ന് പറയുന്നത് എൻ്റെ ഓഷ്യനാണ്. അപ്പോൾ ഓഷ്യനിൽ എന്തുണ്ട്? വാട്ടർ ഉണ്ട് അല്ലേ? സോ ഈ വാട്ടർ എന്ന് പറയുന്നത് ആദ്യം എന്താണ്? വേപ്പറാവും. Okay, the cycle may be considered to be begin with the water of the oceans. Water from the ocean surface is evaporated. എന്ത് ചെയ്യും? ഇവാപ്പറേറ്റ് ചെയ്യും. ഓക്കെ, ഈ വാട്ടർ എന്ന് പറയുന്നത് ഇവാപ്പറേഷൻ സംഭവിക്കും. ഇവാപ്പറേഷൻ സംഭവിച്ച് എവിടെ എത്തും? ഇറ്റ് ഇവാപ്പറേറ്റഡ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. ഓക്കെ, ഇതാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. സോ ഇവാപ്പറേഷൻ സംഭവിച്ച് ഇതെവിടെ എത്തി? അറ്റ്മോസ്ഫിയറിലെത്തി. ഓക്കെ അല്ലേ? ഇനി എന്താണ് നടക്കുന്നതെന്ന് കഴിഞ്ഞാൽ ഈ അറ്റ്മോസ്ഫിയറിൽ എന്തുണ്ട്? അറ്റ്മോസ്ഫിയറിൽ ഇപ്പം എന്താ ഉള്ളത്? നമ്മുടെ വാട്ടർ വേപ്പറാണുള്ളത് അല്ലേ? വേപ്പറുണ്ട്. സോ ഈ വേപ്പർ എന്ന് പറഞ്ഞാൽ ഈ അറ്റ്മോസ്ഫിയറിൽ പല പാർട്ടിക്കിൾസും ഉണ്ടാവും. സോ അതുപോലെ തന്നെ എന്താണ്, ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് എന്താണ്, ടെമ്പറേച്ചർ കുറഞ്ഞു വരും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് കോൾഡ് സർഫസസ്, ഈ അറ്റ്മോസ്ഫിയറിൽ എന്തുണ്ടാവും? കോൾഡ് സർഫസ് ഉണ്ടാവും. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ പല പാർട്ടിക്കിൾസിൻ്റെ സർഫസ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ വേപ്പർ എന്ന് പറയുന്നത് പല വേരിയസ് പ്രോസസ്സ് വഴി എന്താവും? കണ്ടൻസ്ഡ് ആവും. ഓക്കെ, ഇതെന്ത് ചെയ്തു? വേപ്പർ കണ്ടൻസ് ആയി കഴിഞ്ഞാൽ അത് ഏത് ഫോമിലായിരിക്കും? ലിക്വിഡ് ഫോമിലായിരിക്കും. ഓക്കെ, വേപ്പർ കണ്ടൻസ് ആയി ലിക്വിഡ് ഫോമിലായി. ഇനി ഇതെന്ന് പറയുന്നത് ഈ ലിക്വിഡ് ഫോമിലിരിക്കുന്ന വേപ്പർ ഇതെന്ത് ചെയ്യും? നമ്മുടെ ഒന്നുകിൽ ലാൻഡിലേക്ക് വന്ന് പതിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ് ഓഷ്യനിലേക്ക് എന്ത് ചെയ്യും? വരും ആസ് പ്രസിപ്പിറ്റേഷൻ. ഓക്കെ, അപ്പോൾ പ്രസിപ്പിറ്റേഷൻ നടക്കും. എങ്ങോട്ടാണ് പ്രസിപ്പിറ്റേഷൻ നടന്ന് എന്താണ്? സം ഓഫ് ദിസ് പ്രസിപ്പിറ്റേഷൻ ഫോൾസ് ഡയറക്ട്ലി ഓൺ ദ ലാൻഡ്. ഇതാണ് ലാൻഡ്. ഓക്കെ, some of the precipitation falls directly on the ocean and some falls on the land surface. കുറേ എന്ത് ചെയ്യും? ഈ ഓഷ്യനിലേക്ക് വന്ന് പതിക്കും, അല്ലാന്നുണ്ടെങ്കിൽ കുറേ പ്രസിപ്പിറ്റേഷൻ ലാൻഡിൽ വരും. ഓക്കെ, ഈ ലാൻഡിൽ വരുന്ന പ്രസിപ്പിറ്റേഷൻ എന്തൊക്കെ ആണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതിൽ ഒരു പോർഷൻ, ഓക്കെ, ഈ ലാൻഡിൽ വരുന്ന പ്രസിപ്പിറ്റേഷനിൽ ഒരു പോർഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ടെമ്പററിലി സോയിൽ റീറ്റെയിൻ ചെയ്യും. ഓക്കെ, എന്താണ്? ടെമ്പററി ആയിട്ട് എന്ത് ചെയ്യും? സോയിൽ റീറ്റെയിൻ ചെയ്യും. ഓക്കെ, ഈ റീറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഒന്നുകിൽ ഈ ലാൻഡിൽ എന്തുണ്ടാവും? സർഫസ് ഡിപ്രഷൻസ് ഉണ്ടാവും, അവിടെ ടെമ്പററി ആയിട്ട് റീറ്റെയിൻ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെയുള്ള വെജിറ്റൽ മാറ്റേഴ്സൊക്കെ ഈ വാട്ടറിനെ അബ്സോർബ് ചെയ്ത് വയ്ക്കും. സോ അങ്ങനെ എന്ത് ചെയ്യും?
കുറച്ച് ഭാഗം നമ്മുടെ ഈ ലാൻഡിൽ എത്തുന്ന പ്രസിപ്പിറ്റേഷൻ്റെ കുറച്ച് ഭാഗം എന്ത് ചെയ്യുന്നു, ഈ ലാൻഡിൽ തന്നെ ടെമ്പററി ആയിട്ട് റിറ്റെയിൻ ചെയ്യുന്നു. എന്നിട്ട് അത് എന്ത് ചെയ്യും, തിരിച്ച് റിട്ടേൺ ബാക്ക് ടു ദ അറ്റ്മോസ്ഫിയർ. വീണ്ടും അത് എന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയറിലോട്ട് തന്നെ പോവും ബൈ ദ പ്രോസസ് ഓഫ് ഇവാപ്പറേഷൻ ആൻഡ് ട്രാൻസ്പിറേഷൻ. ഓക്കെ, എന്താണ് ഇവാപ്പറേഷൻ ട്രാൻസ്പിറേഷൻ എന്ന് പറയാം. ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെഫിനിഷൻ പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഗേഷ്യസ് സ്റ്റേറ്റ്. ഓക്കെ, നമ്മുടെ വാട്ടർ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് പോകും. ഓക്കെ, വാട്ടർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഗേഷ്യസ് സ്റ്റേറ്റ് ആൻഡ് ഇറ്റ് ഈസ് റിട്ടേൺഡ് ടു ദ അറ്റ്മോസ്ഫിയറിൽ ആസ് വേപ്പറായിട്ട് എന്ത് ചെയ്യുക, അറ്റ്മോസ്ഫിയറിലോട്ട് പോകും. സോ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇവാപ്പറേഷൻ എന്ന് വിളിക്കുന്നത്. സോ ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ ആദ്യം കൺവേർട്ട് ചെയ്ത് എന്ത് ചെയ്യും, ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് എത്തും. എന്നിട്ട് അതെന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലേക്ക് റിട്ടേൺ ആവും ആസ് വേപ്പർ. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഇവാപ്പറേഷൻ. ഇനി നമ്മൾ പഠിച്ച ഒരു ടേമാണ് ട്രാൻസ്പിറേഷൻ. ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഇവാപ്പറേഷൻ വഴി പോകുന്നത് തന്നെയാണ്. ബട്ട് ഇത് എവിടെ നിന്നാണ് പോകുന്നത്, ഈ പ്ലാന്റ്സ് ഒക്കെ ഞാനിവിടെ പറഞ്ഞു വെജിറ്റൽ മാറ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യും, വാട്ടറിനെ അബ്സോർബ് ചെയ്ത് വെക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ഇറ്റ് റിട്ടേൺ ബാക്ക് ടു ദ അറ്റ്മോസ്ഫിയർ ആസ് വാട്ടർ വേപ്പർ ബ്രീത്ത് ഔട്ട് ബൈ ആരാണ്, ബ്രീത്ത് ഔട്ട് ബൈ സ്റ്റൊമാറ്റ ഓഫ് ദ ലീവ്സ് ഓഫ് ദ പ്ലാന്റ്സ്. അതായത് പ്ലാന്റ്സിന്റെ റെസ്പിറേഷൻ വഴി എന്ത് ചെയ്യുന്നു, റെസ്പിറേഷൻ നടക്കുന്നത് ബ്രീത്തിങ് വഴി, സ്റ്റൊമാറ്റോ വഴി ബ്രീത്ത് ഔട്ട് ചെയ്യും. എന്തിനെ, നമ്മുടെ വാട്ടർ വേപ്പറിനെ തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക് ബ്രീത്ത് ഔട്ട് ചെയ്യും. ആരാണ് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത്, പ്ലാന്റ്സിലെ സ്റ്റൊമാറ്റ. ഓക്കെ, പ്ലാന്റ്സിലെ ലീവ്സിലുള്ള സ്റ്റൊമാറ്റയാണ് അങ്ങനെ ചെയ്യുന്നത്. സോ ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്ത വാട്ടർ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു ആസ് വേപ്പർ ടു ദ അറ്റ്മോസ്ഫിയർ. ഓക്കെ, ഇനി ഇപ്പോൾ ഒരു പാർട്ടാണ് നമ്മൾ പറഞ്ഞത് ടെമ്പററിലി റീറ്റെയിൻ ചെയ്യുന്നു പറഞ്ഞു. ഇനി അനദർ പോർഷൻ ഓഫ് ദിസ് വാട്ടർ എന്ത് ചെയ്യും, അതെന്ന് പറയുന്നത് റൺ ഓഫ് ആയിട്ട് പോകും. റൺ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കാം. അതായത് നമ്മുടെ ഈ ഒരു ലാൻഡ് സർഫസിലേക്ക് പ്രസിപ്പിറ്റേഷൻ വരുവാണ്. ഓക്കെ, ഈ പ്രസിപ്പിറ്റേഷൻ വരുമ്പോൾ കുറേ എന്ത് ചെയ്യും, ഈ സോയിൽ തന്നെ അബ്സോർബ് ചെയ്ത് വെക്കും, കുറേ പെർക്കുലേറ്റ് ചെയ്ത് ഡൗൺവേർഡ് മൂവ് ചെയ്യും. എന്നാൽ എപ്പോഴും ഇങ്ങനെ ഡൗൺവേർഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയോ ഇല്ല. ഈ സോയിലിന് ഒരു സാച്ചുറേഷൻ കപ്പാസിറ്റി ഉണ്ട്. അതുവരെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വാട്ടർ പെർക്കുലേറ്റ് ചെയ്യുള്ളൂ. സോ അത് കഴിഞ്ഞ് വീണ്ടും മഴ തുടരുവാണെങ്കിൽ എന്ത് ചെയ്യും, ഈ ലാൻഡ് സർഫസിലേക്ക് വീഴുന്ന വാട്ടർ എല്ലാം എന്ത് ചെയ്യും, ഒഴുകിപ്പോവും. ലാൻഡിന്റെ സർഫസിൽ കൂടി ഇങ്ങനെ ഒഴുകിപ്പോവും. സോ ഈ എക്സ്ട്രാ വരുന്ന വാട്ടർ ആണെന്ന് പറയാം നമ്മൾ റൺ ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പോർഷൻ എന്ത് ചെയ്യും, റൺ ഓഫ് ആയിട്ട് പോവും. റൺ ഓഫ് ആയിട്ട് പോയിട്ട് ഇത് എവിടെ എത്തും, സ്ട്രീംസിലെത്തും. ഓക്കെ, സ്ട്രീംസിലെത്തും. ദെൻ സ്ട്രീംസിൽ നിന്ന് നേരെ അത് എങ്ങോട്ടേക്ക് പോവും, ഓഷ്യനിലേക്ക് എത്തിച്ചേരും. ഓക്കെ, അപ്പോൾ ഒരു പോർഷൻ ടെമ്പററി ആയിട്ട് സോയിൽ റീറ്റെയിൻ ചെയ്യും. ദെൻ അനദർ പോർഷൻ റൺ ഓഫ് ആയിട്ട് എവിടെ പോകും, സ്ട്രീംസിൽ പോകും. സ്ട്രീംസിൽ നിന്ന് അത് ഓഷ്യനിലേക്ക് എത്തും. ഓക്കെ, ഇനി ഒരു പോർഷൻ ഉണ്ട്, ഇനി ചെറിയൊരു പോർഷൻ ഉണ്ട്. ആ പോർഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതെന്ന് പറയുന്നത് നമ്മളിവിടെ പറഞ്ഞ പോലെ പെർക്കുലേറ്റ്സ് ഇൻ ടു ദ ഗ്രൗണ്ടിലേക്ക് എന്ത് ചെയ്യും, പെർക്കുലേറ്റ് ചെയ്യും. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻഫിൽട്രേഷൻ. ഇൻഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ എൻറ്റേഴ്സ് ദ സർഫസ് സ്ട്രാറ്റ ഓഫ് ദ സോയിൽ ആൻഡ് മൂവ്സ് ഡൗൺവേർഡ്. എന്ത് ചെയ്യും, ഡൗൺവേർഡ് മൂവ് ചെയ്ത് ഇതെവിടെ വന്ന് ചേരും, ഗ്രൗണ്ട് വാട്ടർ ആയിട്ട് വന്ന് ജോയിൻ ചെയ്യും. അതിനാണ് നമ്മൾ ഇൻഫിൽട്രേഷൻ എന്ന് പറഞ്ഞത്. സോ അനദർ പോർഷൻ എന്ത് ചെയ്യും, ഇവിടെ പറഞ്ഞു വെച്ചിട്ട് ഇൻഫിൽട്രേറ്റ്, അതായത് പെർക്കുലേറ്റ് ചെയ്തിട്ട് ഗ്രൗണ്ട് വാട്ടറുമായിട്ട് ജോയിൻ ചെയ്യും. ബട്ട് ഇതെന്ന് പറയുന്നത് പിന്നീട് എന്ത് ചെയ്യും, സ്ട്രീംസിലെത്തും. ഓക്കെ, ഇൻഫിൽട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ എവിടെ എത്തും, അത് ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ ചെയ്ത് സ്ട്രീംസിലെത്തും. സ്ട്രീംസിൽ നിന്ന് അവസാനം എവിടെ തന്നെയാണ് എത്തുന്നത്, ഓഷ്യനിലേക്കാണ് എത്തുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സിൽ സ്ട്രീംസിൽ നിന്നും നമ്മൾ പറഞ്ഞു സ്ട്രീംസിൽ നിന്നും ഓഷ്യനിലേക്കാണ് പോകുന്നത്. എന്നാൽ സ്ട്രീംസിൽ വരുന്ന എല്ലാ വാട്ടറും ഓഷ്യനിലേക്ക് പോകുന്നുണ്ടോ, ഇല്ല. വീണ്ടും അതിനിടയിൽ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യും, കുറേ ഇവാപ്രേഷൻ സംഭവിക്കും. ഓക്കെ, കുറേ ഇവാപ്രേഷൻ സംഭവിക്കും, കുറേ ട്രാൻസ്പിറേഷൻ സംഭവിക്കും. അതുകൊണ്ട് തന്നെ സ്ട്രീമിൽ വരുന്ന എല്ലാ വാട്ടറും എന്ത് എത്തില്ല, ഈ ഓഷ്യൻസിലേക്ക് എത്തത്തില്ല. അതുപോലെ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നതിനിടയ്ക്കും എന്ത് ചെയ്യുക, അത് കുറച്ചൊക്കെ ഗ്രൗണ്ടിലേക്ക് സീപ്പ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ സ്ട്രീംസിൽ വരുന്ന എല്ലാ വാട്ടറും എന്ത് ചെയ്യത്തില്ല, ഓഷ്യനിലേക്ക് എത്തത്തില്ല. സോ ഇതാണ് നമ്മുടെ ഹൈഡ്രോളജിക് സൈക്കിൾ എന്ന് പറയുന്നത്. സോ ഹൈഡ്രോളജി സൈക്കിൾ പറയുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ ഓഷ്യനിൽ എന്തുണ്ട്, ഓഷ്യനിൽ
വാട്ടർ ഉണ്ട്, അതെന്ത് ചെയ്യും, ഇവാപ്രേഷൻ സംഭവിക്കും. ഇവാപ്രേഷൻ സംഭവിച്ച് അത് അറ്റ്മോസ്ഫിയറിലെത്തും. അറ്റ്മോസ്ഫിയറിൽ വെച്ചിട്ട് അവിടെ എന്തുണ്ടാകും, കണ്ടൻസേഷൻ സംഭവിക്കും. കണ്ടൻസേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, പ്രസിപ്പിറ്റേഷനായിട്ട് എവിടെ എത്തും, നമ്മുടെ ലാൻഡിലെത്തും. ഓക്കെ, നമ്മുടെ ലാൻഡിലെത്തി. ലാൻഡിൽ നിന്നും അതെന്ത് ചെയ്യും, തിരിച്ച് ഓഷ്യനിലേക്ക് എത്തും. ഇതാണ് നമ്മുടെ ഹൈഡ്രോളജിക് സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി ലാൻഡിൽ തന്നെ വീണ്ടും ഒരു ഭാഗം എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ടെമ്പററി ആയിട്ട് റീറ്റെയിൻ ചെയ്യും സോയിലിൽ തന്നെ. പിന്നെ ഒരു ഭാഗം എന്ന് പറയുന്നത് റൺ ഓഫ് ആയിട്ട് പോവും. പിന്നെ കുറച്ച് ഭാഗം എന്ത് ചെയ്യും, ഇൻഫിൽട്രേഷനായിട്ട് പോവും. ആണല്ലോ. സോ നമുക്കിങ്ങനെ പറഞ്ഞൂടെ, നമ്മുടെ ഈ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് സോ പ്രസിപ്പിറ്റേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, പ്രസിപ്പിറ്റേഷൻ ഈക്വൽ ടു, നമുക്കൊരു ഇക്വേഷൻ ആയിട്ട് എഴുതുവാണേ, റൺ ഓഫ് പ്ലസ് ഇൻഫിൽട്രേഷൻ പ്ലസ് ടെമ്പററി റീറ്റെയിൻഡാണ്. ബട്ട് എന്താണ്, ഈ ടെമ്പററിലി റീറ്റെയിൻ ചെയ്യുന്ന ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വരുന്ന ഓക്കെ, ആ പോയിന്റ് നമുക്ക് പിന്നെ പറയാം കേട്ടോ. ഓക്കെ, നമുക്കിനി ഇതിലുള്ള നോക്കാം. ഈ ഹൈഡ്രോളജി സൈക്കിളിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്. ഇറ്റ് ഈസ് വാട്ടർ സൈക്കിൾ. എന്ത് വിളിക്കും, വാട്ടർ സൈക്കിൾ എന്ന് നമ്മൾ ഹൈഡ്രോളജി സൈക്കിളിനെ വിളിക്കും. ഇനി ഞാൻ ഇത്ര നേരം പറഞ്ഞ കാര്യം തന്നെയാണ് ജസ്റ്റ് എഴുതിയേക്കുന്നത്. നമ്മുടെ ഹൈഡ്രോളജി സൈക്കിളിൽ 3 മേജർ പ്രോസസ്സാണുള്ളത്. ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞ, പ്രസിപ്പിറ്റേഷൻ, ഇവാപ്പറേഷൻ, കണ്ടൻസേഷൻ ആണല്ലോ. അതിൽ പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ വാട്ടർ കണ്ടൻസ് ആയിട്ട് ഭൂമിയിലേക്ക് അല്ലെങ്കിൽ എർത്തിലേക്ക് വന്ന് പതിക്കുന്നതിനാണ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞത്. അതിപ്പോൾ എർത്തിലേക്ക് വരുന്നത് എന്താണ്, ഓൾ ദ മോയ്സ്ചർ ദാറ്റ് കംസ് ടു ദ എർത്ത് എന്ന് പറയാം. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഐസിൻ്റെ ഫോമിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ റെയിനിൻ്റെ ഫോമിലായിരിക്കാം. സോ അതിനെയാണ് എന്ത് വിളിക്കുന്നത്, പ്രസിപ്പിറ്റേഷൻ. ദെൻ ഇവാപ്പറേഷൻ സംഭവിക്കുന്നു. ഇവാപ്പറേഷൻ എന്താണ്, വാട്ടർ എന്ന് പറഞ്ഞാൽ ആദ്യം ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ആവും, എന്നിട്ട് അതെന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയറിലേക്ക് വേപ്പറായിട്ട് റിട്ടേൺ ആവും. ഇനി കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ കൂളിംഗ് ആണ്. അതായത് വേപ്പറായിട്ട് പോകുന്ന നമ്മുടെ വാട്ടർ എന്ത് ചെയ്യും, കോൾഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സിൽ തട്ടി അത് എന്ത് ചെയ്യും, തിരിച്ച് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറും. അതിനാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്കിവിടെ ഒരു ഇക്വേഷൻ, ഇതാണ് ഞാൻ നേരത്തെ പറയാൻ വന്നത്, പ്രസിപ്പിറ്റേഷൻ ഈക്വൽ ടു ഇവാപ്പറേഷൻ പ്ലസ് റൺ ഓഫ്. ഹൈഡ്രോളജിക് സൈക്കിളിന് ഇത് ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് ഹൈഡ്രോളജിക് സൈക്കിളിന് സിമ്പിൾ ഒരു ഇക്വേഷനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ പ്രസിപ്പിറ്റേഷൻ ഈക്വൽ ടു ഇവാപ്പറേഷൻ പ്ലസ് റൺ ഓഫ് ആണ്. ഓക്കെ, അതായത് ഇവാപ്പറേഷൻ ഇവിടെ കൊടുക്കാൻ കാരണം നമ്മുടെ എന്താണ്, പ്രസിപ്പിറ്റേഷൻ ഭൂമിയിലേക്ക് വരുന്ന എല്ലാ മോയ്സ്ചറും. ഓക്കെ, അതെന്ന് പറയുന്നത് ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എന്തുമാത്രം ഇവോപ്പറേറ്റ് ചെയ്ത് പോകുന്നോ അത് പ്ലസ് റൺ ഓഫ് എന്ന് പറഞ്ഞാൽ എക്സസ് ആയിട്ട് വാട്ടർ എന്തെങ്കിലും ലാൻഡിൽ കൂടി ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോകുന്നതാണ്. സോ അതിൻ്റെ രണ്ടിനെ സം ആണെന്ന് പറഞ്ഞാൽ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടോ, ബൈ വിച്ച് സിമ്പിൾ ഇക്വേഷൻ ദ ഹൈഡ്രോളജി സൈക്കിൾ മേ ബി എക്സ്പ്രസ്ഡ്. എങ്ങനെ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് ഇവാപ്പറേഷൻ മൈനസ് റൺ ഓഫ് ആണോ, അല്ല. ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പ്രസിപ്പിറ്റേഷൻ പ്ലസ് റൺ ഓഫ് എന്ന് പറയാൻ പറ്റുമോ, അല്ല. ദെൻ നമുക്ക് കറക്റ്റായിട്ട് വരുന്ന ഏതാണ്, പ്രസിപ്പിറ്റേഷൻ ഈക്വൽ ടു ഇവാപ്പറേഷൻ പ്ലസ് റൺ ഓഫ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സസ് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ഞാൻ കുറേ തിയറി പാർട്ട് പറയും, അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, നമുക്കിനി ഇനി അടുത്ത് പറയുന്നു. ഞാൻ ഇത്രയും നേരം എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ഞാൻ ഓടിച്ച് പോകത്തേ ഉള്ളൂ. ഓക്കെ, വാട്ടർ സൈക്കിൾ, ഹൈഡ്രോളിക് സൈക്കിളിൻ്റെ മറ്റൊരു പേരാണ് നമ്മൾ പറഞ്ഞു എന്തെന്ന് പറയുന്നത്, വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. സോ വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത് അതിന് 4 മെയിൻ പാർട്ടാണുള്ളത്: ഇവാപ്പറേഷൻ, കൺവെക്ഷൻ, പ്രസിപ്പിറ്റേഷൻ ആൻഡ് കളക്ഷൻ ഓർ സ്റ്റോറേജ്. സോ ഇവാപ്പറേഷൻ നമ്മൾ പറഞ്ഞു എന്താണ്, റിവറിൽ നിന്നും ലേക്കിൽ നിന്നും ഓഷ്യനിൽ നിന്നും ലാൻഡിൽ നിന്നും ഒക്കെ ഉള്ള വാട്ടർ സണ്ണിൻ്റെ, അതായത് സൂര്യൻ്റെ ഹീറ്റ് കാരണം എന്ത് ചെയ്യും, വേപ്പറായിട്ട് പോകുന്നു, ഇവിടെ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നു. അതിനെയാണ് നമ്മൾ ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ്, സർഫസ് ഹീറ്റ് ആകുമ്പോഴത്തേക്കും ആ ഹീറ്റഡ് ആയിട്ടുള്ള എയർ എന്ന് പറയുന്നത് മുകളിലേക്ക് റൈസ് ആവും. ഇങ്ങനെ റൈസ് ആവുന്നതിനാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അവിടെ റൈസ് ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ ചെന്ന് മുകളിലുള്ള എയർ എന്ന് പറയുന്നത് എന്താണ്, കോൾഡ് എയർ ആണ്. സോ ഇതെന്ന് പറയുന്നത് വീണ്ടും ലിക്വിഡ് ഫോമിലേക്ക് എന്ത് ചെയ്യും, ഈ വേപ്പർ കൺവേർട്ട് ആവും. അതിനാണ് നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞത്. ഇതിന് അടുത്ത ഒരു മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ പ്രസിപ്പിറ്റേഷൻ ആണ്. അതായത് ഈ കണ്ടൻസ്ഡ് വാട്ടർ എന്ന് പറയുന്നത് എന്താണ്, എയറിൽ കുറേ ഒന്നും അതിന് അങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ
ഹോൾഡ് ചെയ്യുന്നതിന് ആ എയറിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ ഉപരി വാട്ടർ അവിടെ എത്തുമ്പോഴാണ് അതെന്ത് ചെയ്യുന്നത്, റെയിന്, ഹെയില്, സ്ലീറ്റ് അല്ലെങ്കിൽ സ്നോയുടെ രൂപത്തിൽ എന്ത് ചെയ്യുന്നു, പ്രസിപ്പിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് നമുക്കിനി പഠിക്കാനുള്ള പോർഷനാണ് ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ, റെയിൻ, ഹെയിൽ, സ്ലീറ്റ് ഓർ സ്നോ. അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും കേട്ടോ. ഇനി കളക്ഷൻ ഓർ സ്റ്റോറേജ്. നമുക്കറിയാം നമ്മുടെ എർത്തിലുള്ള വാട്ടറിൻ്റെ ലാർജസ്റ്റ് സ്റ്റോറേജ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഏതാണ്, ഓഷ്യനിലാണ്. അതായത് നമ്മുടെ എർത്തിലുള്ള വാട്ടറിൻ്റെ 96% എവിടെയാണ്, ഓഷ്യനിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഞാനിവിടെ കുറേ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. കാരണം നമുക്ക് ക്വസ്റ്റ്യൻസ്, നമ്മൾ തിയറി പഠിക്കും, ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നതെന്നൊന്നും നമുക്ക് ചിലപ്പോൾ ഐഡിയ ഉണ്ടാകത്തില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങളെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പരിചയപ്പെടുത്താനായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കാത്ത ഏതെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻസിലൂടെ പഠിക്കും. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ദ ബ്രാഞ്ച് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് സർഫസ് വാട്ടർ സ്ട്രീംസ്. ഓക്കെ, സർഫസ് വാട്ടർ സ്ട്രീംസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും, റിവർ, പിന്നെ റിവർ സിസ്റ്റംസ് എല്ലാം അതിനകത്ത് വരും. ഓക്കെ, അതിനെ നമ്മൾ അപ്പോൾ സ്റ്റഡി ഓഫ് സർഫസ് വാട്ടർ സ്ട്രീംസ്, സർഫസ് വാട്ടർ സ്ട്രീംസിനെ പറ്റി പഠിക്കുന്ന സ്റ്റഡിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോട്ടാമോളജി എന്ന് വിളിക്കും. എന്ത് വിളിക്കും, പോട്ടാമോളജി. ഇത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ല. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ആ വേർഡ് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, സർഫസ് വാട്ടർ സ്ട്രീംസിനെ പറ്റി പഠിക്കുന്ന ബ്രാഞ്ചിനെയാണ് എന്ത് വിളിക്കുന്നത്, പോട്ടാമോളജി എന്ന് വിളിക്കും. ഓക്കെ, ഇനി നമ്മുടെ ലിംനോളജി എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ലിംനോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഫ്രഷ് ഓർ സലൈൻ വാട്ടർ. ഫ്രഷ് അല്ലെങ്കിൽ സലൈൻ വാട്ടറിനെ സ്റ്റഡി ആണെന്തെന്ന് പറയുന്നത് ലിംനോളജി. സോ ഇതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ആവുമെന്ന് ചോദിച്ചാൽ ലേക്ക്, റിവർ, സ്ട്രീം, പോണ്ട്, വെറ്റ്ലാൻഡ്. ഓക്കെ, ഇനി ഹൈഡ്രോളജി. ഹൈഡ്രോളജിയാണ് നമ്മൾ ഈ പഠിക്കുന്ന സബ്ജക്റ്റ് അല്ലേ. സോ ഹൈഡ്രോളജി എന്ന് പറഞ്ഞാൽ ഒക്കറൻസ്, ഡിസ്ട്രിബ്യൂഷൻ, മൂവ്മെന്റ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടേഴ്സ് ഓഫ് എർത്ത് ആൻഡ് ദെയർ റിലേഷൻഷിപ്പ് വിത്ത് എൻവയൺമെന്റ് വിത്തിൻ ഈച്ച് ഫേസ് ഓഫ് വാട്ടർ സൈക്കിൾ. അപ്പോൾ ഇത് നിങ്ങൾ കാണാൻ പഠിച്ചു വയ്ക്കുക. അതായത് നമ്മുടെ എർത്തിലുള്ള വാട്ടറിന്റെ പ്രോപ്പർട്ടീസും മൂവ്മെന്റും ഒക്കറൻസും ഡിസ്ട്രിബ്യൂഷനും എങ്ങനെയൊക്കെയാണെന്ന് പഠിക്കുന്നതും, അതുപോലെ അതിൻ്റെ എൻവയൺമെന്റായിട്ടുള്ള റിലേഷൻഷിപ്പ്, അതുപോലെ വാട്ടർ സൈക്കിളിന്റെ ഫേസസ്, അതിനെയൊക്കെ പറ്റി പഠിക്കുന്നതാണ് ഹൈഡ്രോളജി എന്ന് പറഞ്ഞാൽ. ലിംനോളജി എന്തായിരുന്നു, സ്റ്റഡി ഓഫ് ഫ്രഷ് അല്ലെങ്കിൽ സലൈൻ വാട്ടർ ആയിരുന്നു. ഇനി പോട്ടാമോളജി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, സർഫസ് വാട്ടർ സ്ട്രീംസിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് എന്തെന്ന് പറയുന്നത്, പോട്ടാമോളജി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദ റെയിൻ വാട്ടർ ഹോൾസ് ഇൻ ദ പാരപ്പറ്റ് ഓർ ഇൻ എഡ്ജിങ് ഈസ് കോൾഡ് എസ്. ഓക്കെ, ഇവിടെ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഇടാൻ കാരണം നമ്മൾ ചിലപ്പോൾ പിന്നീട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയെന്ന് വരില്ല. ജസ്റ്റ് ഞാൻ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഇട്ടെന്നേ ഉള്ളൂ. ഓക്കെ, അതായത് നമ്മുടെ പാരപ്പറ്റ്, ഈ ചില പാരപ്പറ്റ് വാൾസിലൊക്കെ ആയിട്ട് നമ്മൾ ഈ എഡ്ജിങ്ങിലൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു റെയിൻ വാട്ടർ ഹോൾ, ഈ കാണുന്നതാണ് റെയിൻ വാട്ടർ ഹോൾ. ഓക്കെ, ഇങ്ങനെ റെയിൻ വാട്ടർ ഹോൾസ് കൊടുക്കും. അതിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറഞ്ഞാൽ വീപ്പ് ഹോളാണ്. ഓക്കെ, വീപ്പ് ഹോൾ എന്തിനാ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് വീപ്പ് ഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ഇസ് എ സ്മോൾ ഓപ്പണിംഗ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഓപ്പണിംഗ് ആണ്. ഇവിടെ നമ്മുടെ എക്സ്റ്റീരിയർ വാളിൽ നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സമയത്ത് കൊടുക്കുന്ന ചെറിയൊരു ഓപ്പണിംഗ് ആണ്. ഇത് എന്തിനാ കൊടുക്കുന്നതെന്ന് വെച്ചാൽ എന്താണ്, ഈ വാളിൽ നിന്നും റെയിൻ വാട്ടർ എങ്ങാനും കയറിയിട്ടുണ്ടെങ്കിൽ അത് എസ്കേപ്പ് ആവാനും അത് ഇവാപറേറ്റ് ചെയ്ത് പോകാൻ, അതിനൊരു എക്സിറ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വീപ്പ് ഹോൾ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞിരിക്കുക. റെയിൻ വാട്ടർ ഹോൾസ് ഇൻ ദ പാരപ്പറ്റ് ഓർ ഇൻ എഡ്ജിങ്, പാരപ്പറ്റിൽ അല്ലെങ്കിൽ എഡ്ജിങ്ങിൽ കൊടുക്കുന്ന ഈ റെയിൻ വാട്ടർ ഹോളിന് വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ വീപ്പ് ഹോൾ എന്ന് പറയും. ഓക്കെ, ദെൻ വാട്ട് ഈസ് ഹൈഡ്രോളജിക് സൈക്കിൾ. ഹൈഡ്രോളജിക് സൈക്കിൾ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു, നമ്മുടെ ഓഷ്യനിൽ നിന്നും വാട്ടർ എവിടെ വരും, അറ്റ്മോസ്ഫിയറിലേക്ക് വരും, അറ്റ്മോസ്ഫിയറിൽ നിന്ന് ലാൻഡിലേക്ക് വരും, ലാൻഡിൽ നിന്ന് തിരിച്ച് ഓഷ്യനിലേക്ക് പോകും. ഈ ഒരു വാട്ടറിൻ്റെ സൈക്കിളിനെയാണ് നമ്മൾ ഹൈഡ്രോളജി സൈക്കിൾ എന്ന് പറയുന്നത്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ ഓപ്ഷൻസിൽ നമുക്ക് ഏതെടുക്കാം, പ്രോസസ് ഇൻവോൾവ് ഇൻ ദ ട്രാൻസ്ഫർ ഓഫ് മോയ്സ്ചർ ഫ്രം സീ ടു ദ ലാൻഡ് ആൻഡ് ബാക്ക് ടു സീ അഗെയിൻ. അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ കുറേ ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് തന്നെ കുറേ കൺഫ്യൂഷൻസ്, ഞാൻ ഓപ്ഷൻ വായിക്കാത്തത് നമുക്ക് തീരെ സമയമില്ലാത്തത് കൊണ്ടാണ്. സോ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് വരാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദ പെർസെൻറ്റേജ് ഓഫ് എർത്ത് കവേർഡ് ബൈ ഓഷ്യൻസ് ഈസ് എബൌട്ട്. ഓക്കെ, ഓഷ്യൻ എന്തുമാത്രം പെർസെൻറ്റേജ് ആണ് ഓഷ്യൻ കവർ ചെയ്യുന്നത്, 71%. ഓക്കെ, അപ്പോൾ ഓഷ്യൻസ് എത്ര പെർസെൻറ്റേജ് ഉണ്ട്, 71% ഉണ്ട്. നമ്മൾ നേരത്തെ ഒരു പെർസെൻറ്റേജ് പഠിച്ചില്ലായിരുന്നോ, അതെന്തായിരുന്നു, നമ്മുടെ ലാർജസ്റ്റ് സ്റ്റോറേജ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞ ഓഷ്യൻസിലാന്ന് പറഞ്ഞു. സോ എർത്ത് വാട്ടറിന്റെ 96% സ്റ്റോർ ചെയ്യുന്നത് ഓഷ്യനിലാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, എറൗണ്ട് 96% ഓഫ് എർത്ത്സ് വാട്ടർ ഈസ് സ്റ്റോർഡ് ഇൻ ദ ഓഷ്യൻ. അത് നമ്മൾ നേരത്തെ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചത് എന്തുവാണ്, നമ്മുടെ എർത്തിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഓഷ്യൻ വരുന്നതെന്നാണ്. ഇറ്റ് ഈസ് 71%. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, ദ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ ദ വേൾഡ് ദാറ്റ് ഈസ് സലൈൻ ഈസ് അബൌട്ട്.
സലൈൻ ആയിട്ടുള്ള വാട്ടർ, ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടറിൽ സലൈൻ വാട്ടർ എത്ര പെർസെൻറ്റേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് 97%. ഓക്കെ, സോ സലൈൻ വാട്ടർ എത്രയാണ്? 97%. നമ്മൾ നേരത്തെ പറഞ്ഞത് എത്രയായിരുന്നു? നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞത് 96% ആയിരുന്നു. അതായത് ടോട്ടൽ വാട്ടറിൻ്റെ എർത്തിലുള്ള വാട്ടറിൻ്റെ 96% സ്റ്റോർ ചെയ്തേക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞു? നമ്മൾ ഓഷ്യനിലാന്ന് പറഞ്ഞു. സോ ഓഷ്യൻ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? സലൈൻ വാട്ടർ ആണ്. സോ സലൈൻ വാട്ടർ എന്ന് പറയുന്നത് ടോട്ടൽ വാട്ടറിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? ഇറ്റ് ഈസ് 97%. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഫ്രഷ് വാട്ടർ ഇൻ ദ വേൾഡ് അവൈലബിൾ ഇൻ ദ ലിക്വിഡ് ഫോം. ഓക്കെ, നമ്മുടെ എർത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രഷ് വാട്ടറിൽ, ഫ്രഷ് വാട്ടർ എന്ന് പറയുമ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ലിക്വിഡ് ഫോമിലാവാം, അല്ലാന്നുണ്ടെങ്കിൽ വേപ്പർ ഫോമിലാവാം, അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാ ഐസ് സോളിഡ് ഫോമിലാവാം. സോ ലിക്വിഡ് ഫോമിൽ എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് 30%. സോ ഇതൊന്നും ഞാൻ അവിടെ പറഞ്ഞില്ല, ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻസ് വഴി നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ എഴുതി ചേർക്കാതിരുന്നത്. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഫ്രഷ് വാട്ടർ ഇൻ ദ വേൾഡ് അവൈലബിൾ ഇൻ ദ ലിക്വിഡ് ഫോം. ലിക്വിഡ് ഫോമിൽ നമുക്ക് എത്ര വാട്ടർ അവൈലബിൾ ആണ്? 30% വാട്ടർ നമുക്ക് അവൈലബിൾ ആണ്. ദെൻ ഇൻ നാച്ചർ വാട്ടർ മേ ഒക്കറസ്. നാച്ചുറൽ വാട്ടർ എങ്ങനെയൊക്കെ കാണാം? ലിക്വിഡ് ഫേസിൽ കാണാം, സോൾട്ട് ഫേസിൽ കാണാം, അല്ലെങ്കിൽ വേപ്പർ ഫേസിൽ കാണാം. സോ ആൻസർ വരുന്നത് ഓൾ ദ എബോവ്. ദെൻ ദ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ഒറിജിൻ, പ്രോപ്പർട്ടീസ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സർക്കുലേഷൻ ഓഫ് വാട്ടർ ഇൻ ദ എർത്ത്. ഓക്കെ, ഏതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്? ഏതാണ് സയൻസ്? ഏതാണ്? ഇറ്റ് ഈസ് ഹൈഡ്രോളജി. ഓക്കെ, ഹൈഡ്രോളജി. നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈഡ്രോളജി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? അതിൻ്റെ ഏതൊരു വാട്ടറിൻ്റെ നമ്മുടെ വാട്ടർ സൈക്കിളിലുള്ള ഡിഫറെൻറ്റ് ഫേസസിനെ പറ്റി പഠിക്കുന്നതും അതുപോലെ തന്നെ എർത്തിലുള്ള എല്ലാ വാട്ടറിൻ്റെ ഓക്കറൻസ്, ഡിസ്ട്രിബ്യൂഷൻ, പ്രോപ്പർട്ടി, അങ്ങനെ എല്ലാം പഠിക്കുന്ന ഏതിലാണ്? നമ്മൾ ഹൈഡ്രോളജിയിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഹൈഡ്രോമെട്രി എന്തായിരിക്കും? ഹൈഡ്രോമെട്രി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മോണിറ്ററിങ് ഓഫ് ദ കമ്പോണൻസ് ഓഫ് ഹൈഡ്രോളജിക് സൈക്കിൾ. എന്താണ്? മോണിറ്ററിങ് ദ കമ്പോണൻസ് ഓഫ് ഏതാണ്? വാട്ടർ സൈക്കിൾ. വാട്ടർ സൈക്കിളിലെ കമ്പോണൻസിനെ മോണിറ്റർ ചെയ്യുന്ന സ്റ്റഡിയാണ് ഹൈഡ്രോമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഹൈഡ്രോമെട്രി എന്ന് പറഞ്ഞാൽ മോണിറ്ററിങ്. അത് പഠിച്ചു വയ്ക്കണം കേട്ടോ, ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഹൈഡ്രോമെട്രി എന്ന് പറഞ്ഞാൽ മോണിറ്ററിങ് ദ കമ്പോണൻസ് ഓഫ് വാട്ടർ സൈക്കിൾ. ഓക്കെ, അതിനകത്ത് എന്തൊക്കെ വരാം? റെയിൻഫോൾ വരാം, ഗ്രൗണ്ട് വാട്ടർ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാം, അല്ലെങ്കിൽ വാട്ടർ ക്വാളിറ്റി, ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സർഫസ് വാട്ടർ, ഇതെല്ലാം എന്ത് ചെയ്യും? ഹൈഡ്രോമെട്രിക്കകത്ത് വരാം. അപ്പോൾ അതൊന്നും പഠിച്ചില്ലെങ്കിൽ ഈ ഒരു വേർഡ് പഠിച്ചിരിക്കുക, മോണിറ്ററിങ് ഓഫ് ദ കമ്പോണൻസ്. ആ ഒരു വേർഡെങ്കിലും പഠിച്ചു വയ്ക്കുക. ഇനി ഹൈഡ്രോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? Hydrography is the science that measures and describes the physical features of navigable portion of Earth's surface and adjoining coastal area. Hydrography നമ്മൾ സർവേ സബ്ജക്റ്റിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹൈഡ്രോഗ്രഫിക് സർവേ എന്ന്. അതെന്തുവാണ് ഉദ്ദേശിക്കുന്നത്? എർത്തിൽ നാവിഗബിൾ പോർഷൻ ആയിട്ടുള്ള പോർഷൻ്റെയും അതുപോലെ തന്നെ അഡ്ജോയിനിങ് ആയിട്ടുള്ള കോസ്റ്റൽ ഏരിയാസിൻ്റെയും. ഓക്കെ, എന്താണ് കോസ്റ്റൽ ഏരിയ അതുപോലെ തന്നെ നാവിഗബിൾ ആയിട്ടുള്ള പോർഷൻസ്, ഇതിൻ്റെ എല്ലാം ഫിസിക്കൽ ഫീച്ചേഴ്സും അതിൻ്റെ മെഷേഴ്സും ഒക്കെ എടുക്കുന്ന സയൻസ് ആണ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ജിയോഗ്രഫി എന്താണ്? നമ്മുടെ ജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് പ്ലേസസിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് ജിയോഗ്രഫി എന്ന് പറയുന്നത്. ആൻഡ് പ്ലേസസിനെ പറ്റി മാത്രമല്ല, അതിൻ്റെ പീപ്പിളും എൻവയൺമെൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി പഠിക്കുന്ന സ്റ്റഡിയാണ് എന്ന് പറയുന്നത് നമ്മുടെ ജിയോഗ്രഫി എന്ന് പറയുന്നത്. സോ ഇത്രയും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹൈഡ്രോമെട്രി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഹൈഡ്രോമെട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ്? മോണിറ്ററിങ് ഓഫ് കമ്പോണൻസ് ഓഫ് ഹൈഡ്രോളജിക് സൈക്കിൾ. ദെൻ ഹൈഡ്രോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് മെഷേഴ്സ് ആൻഡ് ഡിസ്ക്രൈബ്സ് ദ എന്താണ് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് നാവിഗബിൾ പോർഷൻ ഓഫ് എർത്ത് സർഫസ് ആൻഡ് അഡ്ജോയിനിങ് കോസ്റ്റൽ ഏരിയാസ്. ദെൻ ജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് പ്ലേസസ് ആൻഡ് ദെയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് ദെയർ എൻവയൺമെൻറ്റ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ഹൈഡ്രോളജി സൈക്കിൾ സ്റ്റേറ്റ്സ് ദാറ്റ്. ഓക്കെ, ഹൈഡ്രോളജി സൈക്കിൾ സ്റ്റേറ്റ്സ്, നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചു. എന്തായിരുന്നു അതെന്ന് പറഞ്ഞാൽ? precipitation equal to evaporation plus runoff ആണല്ലോ. ഈ precipitation ഞാൻ
മാസ് ഇൻഫ്ലോ എന്ന് എടുക്കുന്നു, ഈ ഇവാപ്പറേഷനെ ഞാൻ മാസ് ഔട്ട്ഫ്ലോ എന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പ്രസിപ്പിറ്റേഷൻ മൈനസ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത് എന്ത് വരും? റൺ ഓഫ് എന്ന് വരും. ആണല്ലോ, പ്രസിപ്പിറ്റേഷൻ മൈനസ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത് റൺ ഓഫ് ആണ്. സോ അത് തന്നെയാണ് ഇവിടെ വേറൊരു ഫോമിൽ എഴുതിയിരിക്കുന്നത്. മാസ് ഇൻഫ്ലോ മൈനസ് മാസ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മാസ് സ്റ്റോറേജ് ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. ഇനി ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് PSCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇതിനൊരു കുഴപ്പമുണ്ട്. എന്താണ്? എർത്ത് വാട്ടർ സർക്കുലേറ്ററി സിസ്റ്റം ഈസ് കോൾഡ്. എർത്തിന്റെ വാട്ടർ സർക്കുലേറ്ററി സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോളജി സൈക്കിൾ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ന് വിളിക്കാം വാട്ടർ സൈക്കിൾ എന്ന്. സോ ഈ ഓപ്ഷൻ എയും സിയും ആൻസർ ആയിട്ട് വരും. സോ ഇത് നമുക്ക് എന്താ ആൻസർ കീയിൽ മിക്കവാറും ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കാനാണ് ചാൻസ്. ഓക്കെ, then the science which deals with the measurement of water is called. ഓക്കെ, വാട്ടറിന്റെ മെഷർമെന്റുമായിട്ട് ബന്ധപ്പെട്ട മെഷർമെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഏതായിരുന്നു മെഷർമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ ഹൈഡ്രോമെട്രി ആയിരുന്നു. ഓക്കെ, ഹൈഡ്രോഗ്രാഫി എന്തായിരുന്നു? നമ്മുടെ എർത്തിന്റെ നേവിഗബിൾ ആയിട്ടുള്ള പോർഷനെ പറ്റിയും അതിന്റെ അഡ്ജോയിനിങ് കോസ്റ്റൽ ഏരിയാസിന്റെയും ഫിസിക്കൽ ഫീച്ചേഴ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുകയും മെഷർ ചെയ്യുകയും ചെയ്യുന്ന സയൻസ് ആണ് ഹൈഡ്രോഗ്രാഫി പറഞ്ഞത്. ഇനി ഹൈഡ്രോസ്ഫിയർ എന്താണ്? ഹൈഡ്രോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ ഓൺ എ പ്ലാനറ്റ്. ഒരു പ്ലാനറ്റിലെ ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടറിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞാൽ ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി ഹൈഡ്രോളിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെക്നോളജി ആൻഡ് അപ്ലൈഡ് സയൻസ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ടെക്നോളജി എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു അപ്ലൈഡ് സയൻസ് എന്ന് പറയാം. എന്തിനൊക്കെ യൂസ് ചെയ്യും? എഞ്ചിനീയറിംഗ്, കെമിസ്ട്രി ആൻഡ് അതർ സയൻസസിനെ യൂസ് ചെയ്യും. ഇൻവോൾവിങ് ദ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് യൂസ് ഓഫ് ലിക്വിഡ്. ഓക്കെ, ഇൻവോൾവിങ് എന്താണ്? മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് യൂസ് ഓഫ് ലിക്വിഡ്സിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്ന ആ ഒരു സയൻസിനെയാണ് നമ്മൾ ഹൈഡ്രോളിക്സ് എന്ന് വിളിക്കുന്നത്. സോ അത് ഇമ്പോർട്ടൻ്റ് അല്ല, അധികം ജസ്റ്റ് ഞാൻ ഒന്ന് കിടന്നതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഹൈഡ്രോളിക്സ് ഈസ് എ ടെക്നോളജി ആൻഡ് അപ്ലൈഡ് സയൻസ് യൂസിങ് എഞ്ചിനീയറിംഗ്, കെമിസ്ട്രി ആൻഡ് അതർ സയൻസസ് ഇൻവോൾവിങ് ദ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് യൂസ് ഓഫ് ലിക്വിഡ്സ്. അപ്പോൾ ഈ ഹൈഡ്രോസ്ഫിയർ അറിഞ്ഞിരിക്കുക. എന്താണ്? ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ ഓൺ എ പ്ലാനറ്റ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈഡ്രോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഹൈഡ്രോമെട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മെഷർമെൻറ്റ്, വാട്ടറിൻ്റെ മെഷർമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സയൻസ് ആണ് ഹൈഡ്രോമെട്രി എന്ന് പറഞ്ഞാൽ. പിന്നെ ഹൈഡ്രോഗ്രാഫി നമ്മൾ നേരത്തെ പഠിച്ചതായിരുന്നു. എന്താണ്? നമ്മൾ നേവിഗബിൾ പോർഷൻ്റെ, എർത്തിൻ്റെ നേവിഗബിൾ പോർഷനെ പറ്റിയും അതുപോലെ തന്നെ അഡ്ജോയിനിങ് കോസ്റ്റൽ ഏരിയാസിൻ്റെയും ഫിസിക്കൽ ഫീച്ചേഴ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുകയും മെഷർ ചെയ്യുകയും ചെയ്യുന്ന സയൻസാണ് ഹൈഡ്രോഗ്രാഫി. അതിന് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹൈഡ്രോളജി ഡീൽസ് വിത്ത് ഹൈഡ്രോളജി എന്തിനെയാണ് ഡീൽ ചെയ്യുന്നത്? ഓൾ ആസ്പെക്ട്സ് ഓഫ് വാട്ടർ അവൈലബിൾ ഓൺ എർത്ത് ആണല്ലോ. നമ്മുടെ എർത്തിലെ അവൈലബിൾ ആയിട്ടുള്ള വാട്ടറിനെ പറ്റിയുള്ള എല്ലാ ആസ്പെക്ട്സിനെയും എന്ത് ചെയ്യുന്നു? ഹൈഡ്രോളജി ഡീൽ ചെയ്യുന്നുണ്ട്. സോ അടുത്തുള്ള ഓപ്ഷൻസ് ഒന്നും കറക്റ്റായിട്ട് വരത്തില്ല. ഇറിഗേഷൻ വാട്ടർ റിക്വയർമെൻറ്റ് ഓഫ് ക്രോപ്സ് അതൊന്നുമല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അണ്ടർഗ്രൗണ്ട് വാട്ടർ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം. നമുക്ക് അണ്ടർഗ്രൗണ്ട് വാട്ടർ എവിടെ നിന്നാണ് കിട്ടുന്നത്? നമുക്ക് സ്പ്രിങ്സ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? അണ്ടർഗ്രൗണ്ട് വാട്ടർ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അണ്ടർഗ്രൗണ്ട് വാട്ടർ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം സ്പ്രിങ്സ്. ദെൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, ദ ലൈൻ ജോയിനിങ് പ്ലേസസ് ഓഫ് ഈക്വൽ റെയിൻഫോൾ ഉള്ള പ്ലേസസിനെ ജോയിൻ ചെയ്യുന്ന ലൈനിനെ എന്ത് വിളിക്കും? നമ്മൾ ഐസോഹൈറ്റ് എന്ന് വിളിക്കും. ഐസോഹൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എ ലൈൻ ജോയിനിങ് പ്ലേസസ് ഓഫ് ഈക്വൽ റെയിൻഫോൾ ഉള്ള പ്ലേസസിനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനിനെ ഐസോഹൈറ്റ് എന്ന് വിളിക്കും. അങ്ങനെ ഹൈറ്റോഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ്റോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻഫോൾ ഇൻറ്റൻസിറ്റി ഓവർ ടൈം. എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻഫോൾ ഇൻറ്റൻസിറ്റി ഓവർ ടൈം. ഓക്കെ, ഇനി ഐസോ ബാർ എന്ന് പറഞ്ഞാൽ സെയിം പ്രഷർ. ഓക്കെ, ലൈൻ ജോയിനിങ് പ്ലേസസ് ഓഫ് ഈക്വൽ പ്രഷർ, അതിനാണ് ഐസോ ബാർ എന്ന് വിളിക്കുന്നത്. ഇനി ഐസോ തേം എന്ന് പറഞ്ഞാൽ ലൈൻ ഡ്രോൺ ഓൺ എ മാപ്പ് ഓർ ചാർട്ട് ജോയിനിങ് പോയിന്റ്സ് ഓഫ് സെയിം ടെമ്പറേച്ചർ ഉള്ള പോയിന്റ്സിനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നതാണ് ഐസോ തേം. ഓക്കെ, ഐസോ ബാർ എന്ന് പറഞ്ഞാൽ പ്രഷറിനെ ഈക്വൽ പ്രഷറായിട്ടുള്ള സെയിം പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറുള്ള പോയിന്റ്സിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന അതാണ് ഐസോ ബാർ.
ടെമ്പറേച്ചർ ആണ് സെയിം എങ്കിൽ ഐസോതേം ആണ് വരയ്ക്കുന്നത്. ഇനി റെയിൻഫോൾ ആണെങ്കിൽ ഈക്വൽ റെയിൻഫോൾ ആണെങ്കിൽ ഐസോഹെയ്റ്റ്. ഓക്കെ, then അടുത്ത question. In isohate, the line joining the points on a map where ആൻസർ വരുന്നത് the amounts of precipitation recorded in a given period is the same. ഓക്കെ, precipitation എന്ന് പറയുന്നത് സെയിം ആയിട്ടുള്ള പോയിന്റ്സിനെ നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നതാണെന്നത് ഐസോഹെയ്റ്റ്, റെയിൻഫോൾ അല്ലെങ്കിൽ precipitation. ഓക്കെ, then the percentage of world's fresh water resources that exist in the form of ground water. അപ്പോൾ ഈ ഫ്രഷ് വാട്ടർ റിസോഴ്സസിൽ ഗ്രൗണ്ട് വാട്ടർ എത്ര പെർസെൻറ്റേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് 31%. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡീഫോറസ്റ്റേഷൻ ജനറലി ഡിക്രീസസ്. ഡീഫോറസ്റ്റേഷൻ കാരണം സോയിൽ ഇറോഷൻ എന്ത് ചെയ്യും? കൂടും. ഓക്കെ, ഡ്രോട്ടും കൂടും, ഗ്ലോബൽ വാർമിങ്ങും കൂടും. സോ റെയിൻഫോൾ എന്ന് പറയുന്നത് കുറയും. സോ ഡീഫോറസ്റ്റേഷൻ ജനറലി ഡിക്രീസസ്, റെയിൻഫോൾ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹൈഡ്രോളജിക് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഹൈഡ്രോളജി സൈക്കിളിൻ്റെ പോർഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ കളക്ട് ചെയ്ത് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ തിയറി പാർട്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്ന ടോപ്പിക് നോക്കാം. താങ്ക് യു.